ഡാ, സത്യയുടെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായ ഒരു തെളിവ് കിട്ടാത്തടത്തോളം നീ അവരുമായി യോജിക്കുന്ന ഒരു കാര്യത്തിനും എനിക്ക് സമ്മതം തരാൻ കഴിയില്ല. ഡാ വിഷ്ണു, നീ ഇന്ന് പോകില്ലെന്നും നിന്നെ വിടില്ലെന്നും തീരുമാനിച്ചത് സത്യഭാമയാ. അതിന് എന്തു മാർഗം ഉപയോഗിക്കാൻ എനിക്ക് മടിയില്ല. അമ്മേ, അമ്മേ, അമ്മേ കളിക്കല്ലേ, വാതിൽ തുറക്കാൻ. അമ്മേ, അമ്മേ വാതിൽ തുറക്കാൻ. ഇനി നീ എങ്ങനെ പോകുന്ന എനിക്കൊന്ന് കാണോടാ. സത്യഭാമയോടാ അവന്റെ ഒരു കളി. അമ്മേ വാതിൽ തുറക്കാൻ. അവിടെ കിടക്കടാ. അമ്മേ, നീ എത്ര അലറിക്കറിഞ്ഞ് ഒച്ച വെച്ചാലും സത്യഭാമ കൊലിഞ്ഞില്ല. നിന്നെ തുറന്നു വിടുകയില്ല. എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് നീ അങ്ങ് ചെയ്യടാ. എന്നോടാ. സത്യേ, അല്ല, മോൾ ആരെയും നോക്കുന്നത്? സത്യേ, എല്ലാവരുടെ അച്ഛന്മാരും എത്തി. എന്റെ അമ്മയും വന്നില്ല, അച്ഛനും വന്നില്ല. അമ്മ പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷിയുടെ സമയത്തിനെത്തണമല്ലോ. മോള് വിഷമിക്കണ്ട, എല്ലാത്തിനും നമുക്കൊരു വഴിയുണ്ടാക്കാം. ബിഗ് ഫ്രണ്ട് വരാന്ന് സമ്മതിച്ചല്ലേ പപ്പി? പിന്നെ എന്തു പറ്റി? തീരുമാനം മാറ്റിയോ? സത്യ വിഷമിക്കണ്ട, ബിഗ് ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞാൽ വരും. ഇനി ചിലപ്പോ വരുന്ന വഴിക്ക് ബ്ലോക്കിൽ പെട്ടതാണെങ്കിലോ? ഞാൻ വിചാരിച്ചത് നിങ്ങളെല്ലാവരോടും ഒന്നിച്ചായിരിക്കും വരുന്നതെന്നാ. എന്തായാലും പരിപാടി തുടങ്ങാൻ ഇനിയും സമയമുണ്ടല്ലോ. കണ്ടില്ലെങ്കിൽ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. വരുമെന്ന് പപ്പിയോട് പറഞ്ഞതല്ലേ? അതേന്നെ, വിഷ്ണുച്ചൻ പറഞ്ഞതാ. അവിടെ നടന്നതൊന്നും സത്യയോട് പറയണ്ട. അത് പറഞ്ഞ സത്യക്ക് വിഷമാവും. എന്നാ പിന്നെ നമുക്ക് ടീച്ചറിന്റെ അടുത്ത് പോവാം. എന്നിട്ട് ബിഗ് ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറയാം. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. ബാ. ഹലോ ഹലോ, എന്തായി ബ്രോ കാര്യങ്ങള്? ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. എന്റെ രോഹിത്തെ എന്നെ അകത്തിട്ട് പൂട്ടിയിട്ട് അമ്മ ചായ അമ്മയുടെ കൈ വെച്ച് നടക്കുക. അമ്മയുടെ കയ്യിൽ താക്കോലില്ലാതെ എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. സത്യയെ കണ്ടു, ബ്രോ വരുമെന്നുള്ളൊരു ഒറ്റ ഉറപ്പില്ല സത്യമോളിരിക്കുന്നേ. പിന്നെ ശാലിനി എത്തിയിട്ടില്ല. പപ്പി ഞാനും ബ്രോ എന്ത് വന്നാലും വരുമെന്ന് കൊടുത്ത് ഉറപ്പില്ല ആ പാവം ഇരിക്കുന്നത്. വന്നില്ലെങ്കിൽ ആ കുഞ്ഞാകെ തകരും ബ്രോ. രോഹിത്തെ അവിടെ എത്രയൊന്നും മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഈ അമ്മ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചോ? ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും വഴി കളിയോ നോക്കട്ടെ. ഞാനെന്തായാലും ബ്രോ എത്തുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ സെറ്റാക്കി വെക്കാം. എല്ലാവരുടെ അച്ഛന്മാരെത്തിയത് കൊണ്ടുള്ള ഒരു സങ്കടം അതിനുള്ളത്. ആരുമില്ലാത്തവർക്ക് അതൊരു വലിയ കാര്യമോ ബ്രോ? എല്ലാവരും ഉള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
നിന്നേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാവും. ഞാൻ എത്തും. അതിന് നീ വാതിൽ ചവിട്ടിപ്പൊളിച്ചിട്ടാണെങ്കിലും ഞാൻ എത്തും. എന്തോ നല്ല സത്യമോട് ദുഃഖിക്കാൻ ഞാൻ ഇടവരുത്തില്ല. എന്റെ കൂടെ എന്റെ അച്ഛൻ വരുന്നുണ്ട്. പക്ഷെ സത്യക്ക് അച്ഛനില്ലല്ലോ. അതുകൊണ്ട് സത്യയുടെ കൂടെ വരാൻ ആരുമില്ല വിഷ്ണു അച്ഛ. അച്ഛനില്ലാത്ത അവളുടെ സങ്കടം അറിയാവുന്നോണ്ട് പറയാ. നാളെ എങ്ങനെയെങ്കിലും വിഷ്ണു അച്ഛ സ്കൂളിൽ വരണം. വരോ? എന്താ? ആശാനല്ലേ സത്യമേ? ഇവിടെ ഇല്ല, മാർക്കറ്റ് വരെ പോയിരിക്കേ. മാർക്കറ്റില്? അതെന്തിനാ? അങ്ങനെ ഒരു പതിവില്ലാത്ത ആളാണല്ലോ. എന്താ സത്യമേ മാർക്കറ്റില്? കുറച്ച് കിഴങ്ങ് വാങ്ങിക്കാൻ, മധുരക്കിഴങ്ങ്. ഞാൻ പറഞ്ഞു വിട്ടതാ. വരാനേ ഇത്തിരി വൈകും. നീ പോയിട്ട് വൈകുന്നേരം വാ. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അത് ആശാനെ കൊണ്ട് നടത്തിത്തരാൻ പറ്റുമോ? അതാ. അതിലും വലിയ അത്യാവശ്യ കാര്യത്തിനാണ് ഞാൻ അവനെ പറഞ്ഞു വിട്ടേക്കുന്നത്. പോയിട്ട് വൈകിട്ട് വാടാ, അപ്പോഴേ അവൻ ഫ്രീ ആവത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ നിനക്ക്? ഈ കഴിവിനെ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? എന്താ, നീ പോകുന്നില്ലേ? അല്ല, അവൻ വൈകിട്ടേ വരത്തുള്ളൂ. വെറുതെ നിന്ന് സമയം കളയരുത് കേട്ടോ. ആളില്ലെന്ന് ആ പാർട്ടിയോടൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോവാമെന്ന് കരുതിയിട്ടോ. ഇപ്പൊ തന്നെ പോവാം. അപ്പൊ പോട്ടെ. കമന്റെ ശബ്ദമില്ലത്. പതുക്കെ പറയടാ, എനിക്ക് ചെവി കേൾക്കാം. ചെല്ലേ. അപ്പൊ പോട്ടെ. പോടാ. ഇവനത്തെ പൊട്ടനാണോ? ഓ, എന്തോ കുഴപ്പമുണ്ട്. സത്യമ്മ കലിപ്പില്ല. അതെന്താന്നറിയാതെ എങ്ങനെയാ പോകുന്നേ. രാഘവ സാറിന്റെ കഥകളിയും സത്യമ്മയുടെ കീചകഭാവവും കാണുമ്പോൾ എന്തോ ചീര് നാറുന്നുണ്ട്. സംതിങ് റോങ്. അതറിഞ്ഞിട്ട് തന്നെ പോവാം. ആ, ആശാനാണല്ലോ. ആശാൻ ഇത് എവിടെയാ? മാർക്കറ്റിലോ? മാർക്കറ്റിലാ? സത്യമ്മ പറഞ്ഞു ആശാൻ മധുരക്കിഴങ്ങ് മേടിക്കാൻ പോയിരിക്കണെന്ന്. കിഴങ്ങ് ഞാൻ വല്ലതും വിളിച്ച് പറയും കമല.
എടാ ഇന്ന അമ്മ മുറി പൂട്ടിയിട്ടിരിക്കണ. ഞാൻ സത്യമോളുടെ ഒപ്പം സ്കൂളിൽ പോയിരിക്കാൻ വേണ്ടിട്ട്. വെറുതെ അല്ല സത്യാമ്മ എന്റെ നേരെ കലിച്ചത്. അല്ല ഇനിയിപ്പോ എന്ത് ചെയ്യും ആശാനെ? എടാ കമല, ഇന്ന് ഫാദേഴ്സ് ഡേ ആടാ. ഞാൻ പപ്പിക്ക് വാക്ക് കൊടുത്താടാ സത്യയുടെ അച്ഛനായിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന്. എടാ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല, എനിക്ക് സത്യയുടെ സ്കൂളിൽ പോണം. നീ എന്നെ സഹായിച്ചു നോക്കൂ. ഞാനോ? കുഴഞ്ഞത് തന്നെ. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് ആശാനി പറയുന്നേ? എടാ നീ എന്തെങ്കിലും പറഞ്ഞ എന്നെ ഒന്ന് പുറത്തേ അടിക്കേ. എടാ ഞാൻ പപ്പിക്ക് വാക്ക് കൊടുത്ത അതുകൊണ്ടാ. പക്ഷെ എടാ കുഞ്ഞിന്റെ ആഗ്രഹമാടാ. അത് ഇവിടെയുള്ള വലിയവര് മനസ്സിലാക്കുന്നില്ലല്ലോ ആശാനെ. അച്ഛനെ താക്കോൽ എവിടെ ഇരിക്കുന്ന വല്ല അറിയോ? എടാ താക്കോൽ അമ്മയുടെ കയ്യിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ എന്തൊക്കെ താഴെ വെച്ചാൽ ആ താക്കോല് താഴെ വെക്കാൻ യാതൊരു സാധ്യതയും ഇല്ല. ഞാനൊന്ന് ട്രൈ ചെയ്യാം. പക്ഷെ എത്രത്തോളം സംഗതി വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ശ്രമിക്കാം. ആ ട്രൈ 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 പെട്ടെന്നായിക്കോട്ടെ. എന്തെങ്കിലും ചെയ്യട്ടാ. ശരി. ഈശ്വര കാത്തോളണേ. ജീവൻ പണയം വെച്ച് ഞാൻ സത്യയുടെ മുമ്പിക്ക് ചെല്ലാൻ പോകുന്നേ. കാത്തോളണേ. അയ്യോ ബൈക്ക്. ഹലോ, പറ സത്യഭാമയെ. ആ പണി ഞാൻ അടച്ചതാ. റെസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. വിഷ്ണുവിനെ മുകളിൽ മുറി പൂട്ടിട്ടിരിക്കുക. താക്കോലായിരിക്കുന്ന ഇതെടുത്തോണ്ട് പോയി അവനെ പെട്ടെന്ന് തുറന്നു വിട്. ഞാൻ പോയിട്ട് ഇവൻ ജന്മനാ പൊട്ടനാണോ അതോ പൊട്ടാട്ട് അഭിനയിക്കുവാന്നോ? മൂകാഭിനയം കാണിച്ച് ഞാൻ മടുത്തു. കമല, ദേ വിഷ്ണു കുഞ്ഞ്. അറിഞ്ഞു, താക്കോല് കിട്ടി. അതെ സത്യമ വരുന്നുണ്ടെന്ന് നോക്കണേ. ആ മറക്കല്ലേ. ആശാനെ കാര്യങ്ങൾ എങ്ങനെയാ? ഇടാ അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ ഉടനെ വരിക. അതുവരെ കട്ടിലും മൂടി പൊതിച്ച് കിടത്തോണം. എനിക്കിത് അത്യാവശ്യം രണ്ടാൾക്കാർ കാണാണ്ട്. മക്കളെ തർക്കിച്ചൊക്കെ സമയമില്ലടാ. അതുകൊണ്ട് ഞാൻ 4 പേര് ഒന്ന് ചോദിക്കണം. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. ഒന്ന് കേക്കടാ. നല്ല കുട്ടിയല്ലേ. പിന്നെ പുറത്തുനിന്ന് കുട്ടികളോട് ആരും നിന്റെ ശല്യം ചെയ്യാൻ കയറി വരൂല്ല. കേട്ടാ ആശാനെ തീക്കൊടുന്ന നടുവിൽ ആശാനെ നിർത്തിട്ട് പോകുന്നത്. ഇതിന് വലിയ തീകൊണ്ടങ്ങൾ നമ്മൾ തല്ലി കിടത്തിയിട്ടുള്ളതല്ലേ. പിന്നെ നീ ഒരു കാരണവശാലും ജനൽ ഭാഗത്തേക്ക് മുഖം തിരിച്ച് നോക്കരുത്. അമ്മ നോക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായ? വിഷ്ണു കുഞ്ഞ് വേഗം പൊയ്ക്കോ. ശരി ശരി. അച്ഛനെ അതിനെ എനിക്കും പറയാനുള്ളത് വേഗം പോയിട്ട് വാശാനെ. ഇട പരിപാടി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് എത്തും. നീ എന്തിനാ പേടിക്കണേ? എന്തിനാ പേടിക്കണേ? പെട്ടെന്ന് അച്ഛാ താക്കോൽ കിട്ടി. താക്കോലോട് വെച്ചിട്ട് നിനക്ക് പോകാൻ നോക്ക്. ഇവിടെ പോയിട്ട് സത്യം എങ്ങനെ അറിഞ്ഞ എന്റെ ശവം കൊടുത്തായിരിക്കും. ദൈവമേ കാത്തോളേ. ദൈവമേ കാത്തോളേ.
പക്ഷെ വേഗം വന്നാൽ മതിയായിരുന്നു. അപ്പുറത്തെ ഗ്രൗണ്ടിൽ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നത്? പേരൻസിൻ്റെ ഹൈ ജമ്പ് 12 പേരൻസാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നത്. അതിനപ്പുറത്ത് ഫുട്ബോൾ മത്സരം, അത് പേരൻസും കുട്ടികളും മിക്സഡ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. 2 മത്സരം കഴിഞ്ഞോ, പെനാൽറ്റിയിലാണ് ഒരെണ്ണം പോയത്. ഇവിടെ ഇപ്പൊ ഇനി എന്താ നടക്കാൻ പോകുന്നത്? പേരൻസിൻ്റെയും കുട്ടികളുടെയും ഓട്ട മത്സരം. എന്നാ പിന്നെ ഇനി വൈകിക്കണ്ട, വിദ്യാർത്ഥികളുടെ പേര് വിളിച്ച് നിർത്തിക്കോ. അതെ, ഈ ഓട്ട മത്സരമൊക്കെ വേണോ? കുട്ടികളെ എടുത്തോണ്ടാണ് ഓടേണ്ടത്. എന്ത് പറയാനാ, ഇതാ സദാശിവൻ സാറിന്റെ ഒറ്റ നിർബന്ധമാ. കുട്ടികളെ എടുത്തോണ്ടൊക്കെ കുട്ടികളെ എടുത്തോണ്ട ഓടേണ്ടെന്ന് പറഞ്ഞപ്പം പല പേരൻസും പിൻവാങ്ങി. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും കഷ്ടപ്പെടാൻ ഒരു പേരൻസിനെ കിട്ടത്തില്ലെന്നേ. അതെ, എന്തായാലും മത്സരം നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. പങ്കെടുക്കുന്ന പേരൻസ് എത്ര ഉണ്ടെന്ന് നോക്കണ്ട, മത്സരം നടത്താം. എന്താ? എന്നാ പിന്നെ കുട്ടികളെ വിളിച്ച് നിർത്തിക്കോ. ശരി. യുവർ അറ്റൻഷൻ പ്ലീസ്. ഇനി നടക്കാൻ പോകുന്ന ഒരു മത്സരം ഈ ഫാദേഴ്സ് ഡേയുടെ ഏറ്റവും വ്യത്യസ്തമായ ഒരു മത്സരമാണ്. എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മത്സരവും ഇത് തന്നെയാണ്. ഞാനിവിടെ പേര് വിളിക്കുന്നവർ തയ്യാറായി നിൽക്കുക. പത്മിനി, സത്യ, രമേശ്, ആരാധ്യ, ദേവൻ. ഇത് അച്ഛന്മാര് പങ്കെടുക്കുന്ന മത്സര, അല്ലാതെ അമ്മമാര് പങ്കെടുക്കുന്നതല്ല. ഇത് ഫാദേഴ്സ് ഡേ മത്സര, അല്ലാതെ മദേഴ്സ് ഡേ മത്സരമല്ല. നീ നിന്റെ പണി നോക്കടാ. സത്യ, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട. ഇവളുടെ കൂടെ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അല്ല, എല്ലാത്തിനും അമ്മയാ വരുന്നത്, അതുകൊണ്ടാ ചോദിച്ചത്. രമേട്ടാ, പറഞ്ഞ സമയത്തൊന്നും സ്കൂളിൽ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ. പറ്റുമെന്ന് തോന്നുന്നില്ല മാഡം, എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം. നമുക്ക് എത്തണം, ഇല്ലെങ്കിൽ സത്യം ആകെ വിഷമിക്കും. ശരി മോളെ. ഏറ്റവും വ്യത്യസ്തമായ മത്സരത്തിന്റെ വിജയം പ്രതീക്ഷിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് സത്യ, പത്മിനി, രമേശ്, ദേവൻ, ആരാധ്യ എന്നിവരാണ്. ഈ മത്സരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ അച്ഛന്മാർ ഇവരെയും എടുത്തുകൊണ്ട് ഓടി വിജയം കൈവരിക്കണം. ഈ മത്സരത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ പലരും ഇതിൽ നിന്ന് പിന്മാറിയെങ്കിലും ഇവർ 5 പേരും ധൈര്യസമേതം ഇതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇവരുടെ അച്ഛന്മാരെ മത്സരത്തിനായി ക്ഷണിക്കാം. ആദ്യമായി രമേശിന്റെ ഫാദർ ഹരിദാസിനെ ക്ഷണിക്കുന്നു. എന്റെ അച്ഛൻ വന്നു, നിന്റെ അച്ഛൻ വന്നില്ലല്ലോ. രണ്ടാമതായി വിളിക്കുന്നത് പത്മിനിയുടെ ഫാദർ മിസ്റ്റർ രോഹിത്. ഇനി വിളിക്കാൻ പോകുന്നത്
ആരാധ്യയുടെ ഫാദർ അരവിന്ദ്. അടുത്തത് ദേവന്റെ ഫാദർ ഗിരീഷ്. ഇനി വിളിക്കാൻ പോകുന്നത് സത്യയുടെ ഗാർഡിയനാണ്. നമുക്ക് ക്ഷണിക്കാം വിഷ്ണു. ഹായ് ബിഗ് ഫ്രണ്ട്. ബ്രോ,